സമം വരയ്ക്കാം എന്ന് പറയുന്നത്, ആകാശം വരെ മുളച്ചു പൊങ്ങുന്ന ഞാറുകൾ നട്ടു വളർത്താം, അങ്ങനെ ജൈവിക ബോധോഷ്മാവ് പരത്തും സമത്വ ഗാനം പാടാം എന്ന് പറയുന്ന ഒരു സമത്വത്തെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാവ്യ സങ്കല്പനം അദ്ദേഹം ഈ കവിതയിലൂടെ മുന്നോട്ട് വയ്ക്കും. അതുപോലെ നിരവധിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കവിതകളിൽ കാണാം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് പ്രണയം. മലയാള കവിതയിൽ തന്നെ എല്ലാ തരത്തിൽ ജോണറുകളിലുള്ള കവിതകളും സാക്ഷാത്കാരം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായ ഗദ്യ സ്വഭാവമുള്ള കവിതകൾ, അതുപോലെ തന്നെ ആലാപന രീതിയിലുള്ള ലിറിക്കൽ പോയം എന്ന് പറയുന്ന ലിറിക്കൽ പോയങ്ങൾ, അതുപോലെ തന്നെ വളരെ സൂക്ഷ്മ സംവേദിയായിട്ടുള്ള കവിതകൾ, ഇതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രണയം എന്ന് പറയുന്നത് ഒരാൾ സ്വയം അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ അടൂരിൻ്റെ വിധേയം എന്നുള്ള സിനിമയിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പരാമർശം എപ്പോഴും പറയുന്നത് ഈ മറ്റേ തൊമ്മിയുടെ ഭാര്യയ്ക്ക് പട്ടേലരുടെ സെന്റിന്റെ മണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പട്ടേലരുടെ സെന്റിന്റെ മണം എന്ന് പറയുന്നത് ഈ സ്ത്രീ വിധേയമാക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം. ഈ മണം അല്ല, അതായത് എന്നെ നിൻമണമാണ് എന്ന് പറയുന്ന, അതായത് സ്ത്രീക്ക് മുമ്പിൽ സ്വന്തം പ്രണയത്തെ സ്വയം അർപ്പിക്കുന്ന ഒരു പ്രണയത്തെ, അതായത് ഈ ഒരു തരത്തിലുള്ള അതിക്രമങ്ങളും ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും ഒരു തരത്തിലുള്ള വിധേയത്വങ്ങളും ഇല്ലാത്ത സ്വതന്ത്രമായ പ്രണയത്തിന്റെ ഒരു ആവിഷ്കരണം എന്ന നിലയിലാണ് ഈ എന്നെ നിൻമണമാണ് എന്ന് പറയുന്നത്. മഴയാണ് തൂവാനമാണ്, മഴയാണ് തൂവാനമാണ് നനഞ്ഞ മഴയാണ് തൂവാനമാണ് ജനാലയ്ക്കൽ ചെമ്പരത്തിപ്പൂക്കളാണ് നനഞ്ഞ പാവാടതൻ തുമ്പുകുടഞ്ഞു നീ വന്നെത്തിലും കാലമാണ് മുല്ലപ്പൂവണമാണ്. ഇങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ചിത്രകാരനാണ് അവിടെ പ്രവർത്തിക്കുന്നത്. മനോഹരമായിട്ടുള്ള ദൃശ്യബിംബങ്ങളാൽ മനോഹരമായിട്ടുള്ള സ്കെച്ച് ചെയ്തുകൊണ്ടാണ് എല്ലായിടത്തും ഈ പറയുന്ന ഒരു ഇവരൊക്കെ സിനിമയൊക്കെ എഴുതുന്ന സ്ക്രിപ്റ്റ് പോലെ, സ്ക്രീൻ പ്ലേയിലൊക്കെ ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് പോലെ വളരെ കൃത്യമായ ഫ്രെയിമുകൾ മാത്രം വരയ്ക്കുക, ആ സ്കെച്ചുകൾ മാത്രം വരച്ചുകൊണ്ട് പോകുന്ന ഒരു തരം മനോഹരമായ ആവിഷ്കരണ രീതിയാണ് ആ കവിതയിൽ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇങ്ങനെ കാറ്റാണ്, മഴയാണ്, പിന്നെ എന്താണ്, കുടയാണ്, കുട പറക്കുകയാണ്, ഇങ്ങനെയുള്ള ദൃശ്യങ്ങളുടെ ബിംബങ്ങളുടെ മനോഹരിതമായിട്ടുള്ള ഒരു വിന്യാസം കൊണ്ടാണ് കവിതയെ ആവിഷ്കരിക്കുന്നത്. അതോടൊപ്പം കടന്നു വരുന്ന അനുഭവത്തിന്റെ അസാധാരണമായ ഒരു അടയാളപ്പെടുത്തൽ അതിൽ പലയിടങ്ങളിലായി പറയുന്നത് ഇങ്ങനെയാണ്: പാത്തു നോക്കി നിൽപ്പാണ് കാച്ചെണ്ണ തൻ മണമാണ്, കാച്ചെണ്ണ തൻ മണമാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നത് പാത്തു നോക്കി നിൽപ്പാണ് കാച്ചെണ്ണ തന്മണമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരോ ദൃശ്യബിംബങ്ങളെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ കവിതയിൽ. അതുപോലെ ഓർമ്മപ്പാടം എന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു കവിതയുണ്ട്.